ഡോക്ടർ മോഹൻ വർഗീസ്, നേരത്തെ ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ BJPയുടെ NDAയുടെ കുതിപ്പ് അങ്ങേ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? അതോ BJP ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനപ്പുറം നേടിയെങ്കിലും അവരുണ്ടാക്കിയെടുത്ത ഒരു സ്ട്രാറ്റജിയുടെ വിജയമാണോ? ശ്രീകൃഷ്ണരാജ് ആൻഡ് രോഹിണി, അത്ഭുതമെന്ന് പറയാനാവില്ല, അതിഭയങ്കരമായ അത്ഭുതം, സമാനതകളില്ലാത്ത ഒരു റിസൾട്ട്. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ 288 അംഗ നിയമസഭയിൽ മൃഗീയമായ ഭൂരിപക്ഷം 5-4 ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുകയാണ് മഹായുതി സഖ്യം. ഇവിടെ ഓരോ പാർട്ടിയും എടുത്ത് നോക്കൂ. BJP 141 സീറ്റിൽ 149 സീറ്റ് അവർക്ക് അലോട്ട് ചെയ്തതാണ്. 141 സീറ്റിൽ മത്സരിച്ചു. അതിൽ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ, 127 സീറ്റിൽ ജയിച്ചു വരുമ്പോൾ 85%-ലധികമാണ് BJPയുടെ ഒറ്റയ്ക്കുള്ള സ്ട്രൈക്ക് റേറ്റ്. അൺഡൗട്ടഡ്ലി സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തെ ഒരു പാർട്ടിയല്ല, സഖ്യകക്ഷിയായ ശിവസേനയാണ്. ശിവസേന ഷിൻഡെ വിഭാഗം. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊരു സഖ്യകക്ഷിയായ അജിത് പവാറിൻ്റെ പാർട്ടി NCP ആണ്. അപ്പോൾ ഇവിടെ മഹാവികാസ് അഗാദി എന്ന കോൺഗ്രസ് സഖ്യം കംപ്ലീറ്റ്ലി ഡെസിമേറ്റഡ് ആകുന്ന കാഴ്ച. അവർ മത്സരിച്ച സീറ്റുകളുടെ 4-1 പോലും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 44 സീറ്റ് പ്രാവശ്യം മത്സരിച്ചത് 101 കിട്ടിയ സീറ്റ് പോലും കിട്ടിയില്ല. കക്ഷികൾക്ക് കൂടി നേടാനായില്ല. കോൺഗ്രസ് പാർട്ടിക്ക് 44-ൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരിച്ചടിയായിരുന്നു. അതിൻ്റെ നേരെ പകുതി 22 മാറി. മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാനും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായി കഴിഞ്ഞു. ഏതാണ് യഥാർത്ഥ ശിവസേന? ഉത്തരമൊന്നേ ഉള്ളൂ, ഷിൻഡെ സേനയുടെ കൂടെയാണ് ജനം, അല്ലെങ്കിൽ ഷിൻഡെ സേനയാണ് യഥാർത്ഥ സേന എന്ന് മഹാരാഷ്ട്രയിലെ ജനം വിധി. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനോട് കൂട്ടുകൂടിയതാണോ ഉദ്ധവിനെ ജനങ്ങൾ തള്ളിക്കളയാൻ കാരണം? ശ്രീ കൃഷ്ണരാജ്, എച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പ്രത്യയശാസ്ത്രപരമായി സമാനതകളുള്ള പാർട്ടികളാണ് ഭാരതീയ ജനതാ പാർട്ടിയും ശിവസേനയും, ഐഡിയോളജിക്കൽ പാരിറ്റി. പക്ഷേ ഇവിടെ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളല്ല പ്രാദേശികവാദത്തിൽ അധിഷ്ഠിതമായ ശിവസേന, അല്ലെങ്കിൽ തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായ ശിവസേന. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് കോയലീഷൻ എന്ന രീതിയിലാണ് കാണുന്നത്. ശരത് പവാർ എന്ന അതീവ തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവിൻ്റെ മൂശയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് മഹാവികാസ് അഗാദി. കോൺഗ്രസിനെയും NCPയെയും ശിവസേനയുടെ ഒരു വിഭാഗത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്ന പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ പൂവണിയുന്നത് കണ്ടു. 48-ൽ 31 സീറ്റുകളുമായി വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അപ്പോഴും രണ്ട് മുന്നണികൾ തമ്മിലുള്ള വോട്ട് ഷെയറിൻ്റെ വ്യത്യാസം 0.36% മാത്രമായിരുന്നു, 1% താഴെ. അപ്പോഴങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായ കോൺഗ്രസ് മുന്നണിക്ക് ഉണ്ടായിരുന്ന 151 സീറ്റിൽ 152 സീറ്റിൽ മേധാവിത്വം ഉണ്ടായിരുന്നു. അതുപോലെ ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും മഹാവികാസ് അഗാദിക്ക് കൃത്യമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, BJP സഖ്യത്തിന് മൃഗീയമായ ഭൂരിപക്ഷമുണ്ടായി. 3-4 കാരണങ്ങൾ അതേക്കുറിച്ച് വ്യക്തമായി ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ളൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയുടെ പ്രധാന കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ, ഒന്ന്, സഖ്യത്തിൻ്റെ ഒരു കെട്ടുറപ്പ്. അത് മഹാവികാസ് അഗാദിയുടെ കെട്ടുറപ്പിനേക്കാൾ മെച്ചമായിരുന്നു മഹായുതിയുടേത്, അത് സംശയമില്ലാതെ പറയാം. 2, റിബലുകളുടെ സാന്നിധ്യം. വളരെ വലിയ തോതിലാണ് റിബലുകൾ ഉണ്ടായിരുന്നത്. 50-ലധികം റിബലുകളും ശക്തരായ പ്രാദേശിക നേതാക്കളും സ്വതന്ത്രന്മാരായി മത്സരിച്ചു. അവരൊക്കെ പിളർത്തിയ വോട്ടിൻ്റെ വലിയൊരു ഭാഗം മഹാവികാസ് അഗാദിക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ്. പ്രകാശ് അംബേദ്കർ കൊണ്ടുപോയ ചെറിയൊരു ശതമാനം, അതായത് വഞ്ചിത് ബഹുജൻ അഗാദി, അതുപോലെ അസദുദ്ദീൻ ഒവൈസിയുടെ മുസ്ലിം മജ്ലിസ് ഇത്തിഹാദ് കൊണ്ടുപോയ ചെറിയൊരു ശതമാനം, അതെല്ലാം തന്നെ മഹാവികാസ് അഗാദിയുടെ കിറ്റിയിൽ നിന്നാണ് ചോർന്നതെന്ന് ഓർക്കുക. ഇതിനെല്ലാം പുറമെയാണ് 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഒന്ന്, RSSൻ്റെ ചിട്ടയായ പ്രവർത്തനം. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും അതാണ് ഏറ്റവും കൂടുതൽ MP-മാരെ ലോക്സഭയിലേക്ക് സംഭാവന ചെയ്യുന്ന 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് ഉത്തർപ്രദേശ് 80 MP-മാർ, മഹാരാഷ്ട്ര 48 MP-മാർ. ഈ 2 ഭാഗത്തും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കാലിടറുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഇപ്രാവശ്യം വേണ്ട ഗൃഹപാഠം ചെയ്തിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയും മഹായുതി സഖ്യവും. അതുകൊണ്ടാണ് ആ ഗൃഹപാഠത്തിൻ്റെ ഫലമായിട്ടാണ് BJPയും RSSും വളരെ യോജിച്ചുള്ള പ്രവർത്തനമായിരുന്നു. സ്ക്വാഡ് വർക്കിൽ മികച്ചു നിന്നു. അതേസമയം കാടിളക്കിയുള്ള പ്രചരണമായിരുന്നു മഹാവികാസ് അഗാദിയുടേത്. അവരെ ഒരു പ്രാദേശിക ഫോർമുല, മറാത്ത വികാരം ആളിക്കത്തിച്ചുകൊണ്ട്
അതുപോലെ ഈ ദളിതുകളുടെയും മറ്റ് ചില OBC വിഭാഗക്കാരുടെയും മുസ്ലിങ്ങളുടെയും പിന്തുണ. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ കോയലീഷൻ, സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ രൂപത്തിൽ വിജയം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചു. ഹരിയാനയിൽ അത് തോറ്റമ്പിയതാണ് നമ്മൾ കണ്ടതാണ്. ജാട്ടുകളെയും ഗുസ്തി താരങ്ങളെയും അതുപോലെ മറ്റ് ചില അസംതൃപ്തരെയും കർഷക പ്രക്ഷോഭകരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വിജയം കൊയ്യാമെന്ന കോൺഗ്രസിൻ്റെ മോഹം ഹരിയാനയിൽ പൊലിഞ്ഞു വീണപ്പോൾ അതേ പാറ്റേൺ ആണ് ഒരിക്കൽ കൂടി ആവർത്തിച്ചു എന്നതാണ് മഹാവികാസ് അഗാദിയുടെ പതനത്തിന് പ്രധാന കാരണം. അത് ക്യാപിറ്റലൈസ് ചെയ്തത് മഹായുതി സഖ്യമാണ്. ഇതെല്ലാം കഴിയുമ്പോഴും ഏറ്റവും പ്രധാന കാര്യമായി കാണാവുന്നത് 1500 രൂപ ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിൽ ഓരോ മാസവും കൃത്യമായി വീഴുന്ന 2.5 കോടി ബെനിഫിഷ്യറി. അതായത് ഒരു വശത്ത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നിറങ്ങി ദേവേന്ദ്ര ഫട്നാവിസ് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങി. BJPയുടെ മുന്നിൽ നിന്ന് RSSനെ ഏകോപിപ്പിച്ച് കൃത്യമായ നീക്കം നടത്തി. മറുവശത്ത് സ്ത്രീകളെയും യുവാക്കളെയും കർഷകരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഭരണതന്ത്രം ഷിൻഡെ പ്രയോഗിച്ചു. അത് രണ്ടിൻ്റെയും കൂടി പ്രതിഫലനമാണ് ഈ ഏകപക്ഷീയ മുന്നേറ്റം. തീർച്ചയായും ഡെഡ്ലി കോമ്പിനേഷൻ. മഹാരാഷ്ട്രയുടെ എല്ലാ കണ്ണുകളും ഇപ്പോൾ പോകുന്നത് നാഗ്പൂരിലേക്കാണ്. RSSന്റെ ആസ്ഥാനമിരിക്കുന്ന നാഗ്പൂർ വിദർഭ മേഖലയിൽ കോൺഗ്രസ് പാർട്ടിയും BJPയും തമ്മിൽ പിച്ച്ഡ് ബാറ്റിലായിരുന്നു. 75ഓളം സീറ്റുകളിലാണ് കോൺഗ്രസ് ആൻഡ് BJP മഹാരാഷ്ട്രയിൽ നേരിട്ട് മത്സരിച്ചത്. അവിടുത്തെ സ്ട്രൈക്ക് റേറ്റ് വൻതോതിലാണ് BJP കോൺഗ്രസിനെ മലർത്തിയടിച്ചത്. അതുപോലെ ഷിൻഡെ സഖ്യവും ഷിൻഡെ വിഭാഗവും ഉദ്ധവ് വിഭാഗവും തമ്മിലുള്ള പോരാട്ടത്തിലും വളരെ നിർണായക മേൽക്കൈ ഷിൻഡെ വിഭാഗത്തിനായി. അതുപോലെ അമ്മാവൻ പവാറും അനന്തരവൻ പവാറും തമ്മിലുള്ള മത്സരത്തിൽ കൃത്യമായ മേധാവിത്വം അനന്തരവൻ പവാർ നേടിയെടുത്തു, അജിത് പവാർ നേടിയെടുത്തു. എങ്ങനെ ഏത് രീതിയിൽ ബാറ്റിൽ നോക്കിയാലും ശരി അവിടെ എല്ലാം മേധാവിത്വം ഉണ്ടായി. ഇതിനുള്ള പ്രധാന കാരണമാണ് ഇപ്പോൾ ശ്രീ കൃഷ്ണരാജ് സൂചിപ്പിച്ച ആ ഒരു പ്രധാന കാരണം ഡെഡ്ലി കോമ്പിനേഷൻ. RSSന്റെ സ്ക്വാഡ് വർക്ക് നാഗ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ച വിദർഭ മേഖലയിൽ ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുടെ പിന്നിൽ അതേപോലെ തന്നെ ലാഡ്കി ബഹിൻ പദ്ധതി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 2.5 കോടി സ്ത്രീകൾക്ക് ഈ 21 വയസ്സിനും 65 വയസ്സിനും മധ്യേയുള്ള 2.5 കോടി സ്ത്രീകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി. എത്ര വീടുകളിലേക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് എത്തുന്നത്? അത് മതിയാകും ഒരു വൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന്. യഥാർത്ഥത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഗൃഹപാഠം ചെയ്തു. ഷിൻഡെ വളരെ ജനകീയനായ മുഖ്യമന്ത്രിയാണ്. ആദ്യം മന്ദഗതിയിൽ തുടങ്ങിയെങ്കിലും ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് എന്ന നിലയിലാണ് ശ്രീ ഷിൻഡെയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നത്. അതൊരു ടാക്ടിക്കൽ വിഡ്രോവൽ ആയിരുന്നു ഫഡ്നാവിസിൻ്റെ ഭാഗത്ത്. ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആയിരുന്നു മുഖ്യമന്ത്രി കസേരയിലേക്ക് വരേണ്ടത്. പക്ഷേ താൻ സ്വയം ഉപമുഖ്യമന്ത്രിയായി സ്വയം ഒതുങ്ങി അജിത് പവാറിനെയും ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഷിൻഡെയെ പ്രൊജക്റ്റ് ചെയ്യുക വഴി വളരെ ജനകീയ പ്രതിച്ഛായയാണ് ഏകനാഥ് ഷിൻഡെ നേടിയെടുത്തത്. അപ്പോൾ ഷിൻഡെയുടെ ഒരു വിജയമാണ്. ഇനി എങ്ങനെയാണ് ഇവിടെ ആകാംക്ഷ എന്ന് പറയുന്നത്? മാൻഡേറ്റ് ലഭിച്ചു. ഇനി മാൻഡേറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത്, അതും ചെയ്തു. പക്ഷേ ഇനി എന്ത് എന്നതാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് 127 സീറ്റ് വിജയിച്ച് നിൽക്കുന്ന BJPക്കാണോ അതോ 56 സീറ്റ് ജയിച്ച ശിവസേന ഷിൻഡെ വിഭാഗത്തിനാണോ സാധ്യത എന്ന് ചോദിച്ചാൽ അത് വലിയൊരു കീറാമുട്ടിയായി മാറും. സ്വാഭാവിക ചോയ്സ് ഏകനാഥ് ഷിൻഡെ അല്ല, മറിച്ച് ഫഡ്നാവിസാണ്. പക്ഷേ ഇപ്പോഴുള്ള വിന്നിങ് കോമ്പിനേഷൻ, നമ്മൾ ക്രിക്കറ്റ് കളി, ഇപ്പം കൃഷ്ണരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിക്കറ്റ് താരങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വിന്നിങ് കോമ്പിനേഷൻ, അതിലേതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഡക്ക് ഔട്ടായി എന്ന് കരുതുക, അല്ലെങ്കിൽ സ്വല്പം നിറമങ്ങി എന്ന് കരുതുക, എങ്കിൽ പോലും ഈ വിന്നിങ് കോമ്പിനേഷൻ മാറ്റി അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്ത് പുതിയൊരാളെ കൊണ്ടുവരുന്നതിൻ്റെ അപകടം, ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഷിൻഡെയെ തുടരാൻ അനുവദിച്ചുകൊണ്ട് ഒരു പകുതി കാലത്തേക്കെങ്കിലും ഷിൻഡെയെ തുടരാൻ അനുവദിക്കുകയും പിന്നീട് BJP ടേക്ക് ഓവർ ചെയ്യുകയും. അതിനേക്കാൾ എളുപ്പം ഷിൻഡെയെ കൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയിപ്പിക്കുന്നതാവില്ലേ? ഒരു കാര്യം കൂടെ സംഭവിക്കാം. ഷിൻഡെയെ കൊണ്ട് മറുപക്ഷത്തെ ശിവസൈനികരെ, ബാക്കി 19 പേരെ വിജയിപ്പിച്ചെടുത്ത ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ മഹാഭൂരിപക്ഷത്തെ പിളർത്തിയെടുത്ത് വേറൊരു ബ്ലോക്കാക്കി മാറ്റാനും സാധ്യതയുണ്ട്. കാരണം യഥാർത്ഥ ശിവസേന എന്തെന്ന് മഹാരാഷ്ട്രയിലെ ജനം സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പിളർപ്പൊന്നും മഹാരാഷ്ട്രയിൽ പുത്തരിയൊന്നുമല്ല. അതുകൊണ്ട് പവാറിൻ്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ യഥാർത്ഥ പവാറിൻ്റെ ശക്തി, അല്ലെങ്കിൽ NCP എന്ന് പറയുന്നത് അജിത് പവാർ കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയും വരാം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നുണ്ടായിരുന്നു, ഫലം വരട്ടെ, നെക്ക് ടു നെക്ക് ആണെങ്കിൽ അജിത് പവാറിനെ കൂടെ കൂട്ടുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുമെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും ഏഴയിലെത്താൻ ആ കക്ഷിക്ക് കഴിഞ്ഞില്ല എന്ന് അവിടെ നിൽക്കട്ടെ.